കാസർഗോഡ് ജില്ലയിലേക്കാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ് പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്നത് കൂടിയാണ് നമ്മൾ പരീക്ഷിക്കുന്ന കാര്യം. എന്തായാലും വളരെ പ്രസക്തമാണിത്. കാസർഗോഡ് ജില്ല പറയാൻ പോകുന്ന രാഷ്ട്രീയം നോക്കൂ. കാസർഗോഡിന്റെ രാഷ്ട്രീയ ചിത്രം വെറും തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ജില്ലയാണ്. 5 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ജില്ലയാണ്. LDF-ന് 3, UDF-ന് 2. ഇതാണ് കഴിഞ്ഞ അവിടുത്തെ കക്ഷിനില. കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, മഞ്ചേശ്വരം. ഇതിൽ കാസർഗോഡും ഒപ്പം തന്നെ മഞ്ചേശ്വരവുമാണ് UDF പ്രതിനിധീകരിച്ച മണ്ഡലം. നമുക്ക് ജില്ലയുടെ കണക്കിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പൊതുവിൽ പറയാമെങ്കിലും ആ മണ്ഡലത്തിന് മറ്റൊരു നിർണായക ഫാക്ടറുണ്ട്. എന്താണത്? നമ്മൾ നേരത്തെ തിരുവനന്തപുരം പറഞ്ഞതുപോലെ മഞ്ചേശ്വരം എന്ന മണ്ഡലം പറയാൻ പോകുന്ന രാഷ്ട്രീയം അതിസുപ്രധാനമാണ് ഇത്തവണ എന്ന പ്രത്യേകതയുണ്ട്. കാരണം BJP വിജയത്തിൻ്റെ വക്കിലെത്തി പരാജയപ്പെട്ട ഇടമാണ്. കെ സുരേന്ദ്രൻ വിജയം രുചിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണ്, അങ്ങനെ വേണേൽ പറയാം. പക്ഷേ ഇത്തവണ BJP വലിയ പ്രതീക്ഷ ആ ജില്ലയിൽ പുലർത്തുന്നുണ്ട്. ഒപ്പം ജില്ലയുടെ പൊതു സാഹചര്യങ്ങൾ നോക്കാം. ഇടതുപക്ഷം കണ്ണൂരുമായി ചേർന്ന് നിൽക്കുന്ന ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർട്ടി കേന്ദ്രങ്ങൾക്കുള്ള ഉൾപ്പെടുന്ന ചില മണ്ഡലങ്ങൾ കൂടി ഉള്ള സ്ഥലമാണ്. അവിടുത്തെ രാഷ്ട്രീയ ചിത്രം പ്രസക്തമാണ് ഇത്തവണ എന്നതാണ് സാഹചര്യം. നമുക്ക് നോക്കാം എന്താണ് കാസർഗോഡ് പറയാൻ പോകുന്ന രാഷ്ട്രീയമെന്ന്. നമുക്ക് ആരംഭിക്കാം. കിരൺ ആദ്യം തന്നെയുണ്ട് എനിക്കൊപ്പം. കിരൺ, നമുക്ക് ആദ്യം തന്നെ കാസർഗോഡ് ജില്ല പൊതുവിലൊന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ 3-2 എന്ന രാഷ്ട്രീയ ചിത്രത്തിൽ കാതലായ മാറ്റം വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കിരൺ പൊതുവിൽ കാസർഗോഡ് നിരീക്ഷിക്കുന്നുണ്ടോ? സജിത്തെ, കാസർഗോഡിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ എപ്പോഴും ഈ 5 സീറ്റുകളിൽ 3 സീറ്റ് പൊതുവെ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിക്കലൊഴികെ ബാക്കി എല്ലാ കാലത്തും LDF സീറ്റുകൾ തന്നെയാണ്. LDF-ന് അനുകൂലമായ വിജയം തന്നെയാണ് ഉണ്ടാകുന്നത്. 2 ഇടങ്ങളിലാണ് പ്രധാനമായും UDF-ന് വിജയം നേടാൻ കഴിയുന്നത്. ഈ 2 സീറ്റുകൾ മഞ്ചേശ്വരമായാലും മഞ്ചേശ്വരത്ത് ആണ് BJP-ക്ക് കടുത്ത പോരാട്ടത്തിലേക്ക് വരികയും അവിടെ UDF-ന് എല്ലാ തവണയും അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടാകും. അവിടെ ക്രോസ് വോട്ടിംഗ് സംബന്ധിച്ച ചില ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരം ചില സംഭവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും BJP-യുടെ ഒരു വിജയം, കെ സുരേന്ദ്രൻ വിജയത്തിൻ്റെ തൊട്ട് അരികിൽ വരെ എത്തിയിട്ട് പരാജയപ്പെട്ട ഒരു സ്ഥലമാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് അങ്ങനെ കേരളത്തിൻ്റെ ഈ തിരുവനന്തപുരം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയെ പോലെയോ കേരളത്തിൻ്റെ ഭരണവുമായി ഏതെങ്കിലും ഒരു തലത്തിൽ ഈ കാസർഗോഡ് ജില്ലയിലെ വിജയം കൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല. ഒരു കഴിഞ്ഞ ചിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം. 96-ൽ 3-2, 2001-ൽ 2-3. അത് മാത്രമാണ് 2001-ൽ മാത്രമാണ് UDF-ന് അവിടെ ഒരു മേൽക്കൈ ഉണ്ട്. അത് ഒറ്റ സീറ്റിൻ്റെ ഒരു മേൽക്കൈ മാത്രമാണ് UDF-നുണ്ട്. അത് 2006-ൽ 3-2 ആയിരുന്നു. 2011-ലും അത് 3-2 ആയിരുന്നു. 2016-ലും അത് 3-2 ആയിരുന്നു. 2021-ലും അത് 3-2 എന്നുള്ളത് തന്നെയായിരുന്നു. അവിടെ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് ഈ 2 മണ്ഡലങ്ങളാണ് അവിടെ UDF-ന് വിജയിക്കാൻ കഴിയുന്നത്. ഈ 2 മണ്ഡലങ്ങളുടെയും ഒരു പ്രത്യേകത, ഈ 2 മണ്ഡലങ്ങളിലും കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങൾ BJP വിജയസാധ്യത പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങളാണ്. ആ 2 മണ്ഡലങ്ങളാണ് UDF-ന് വിജയസാധ്യതയുള്ള അല്ലെങ്കിൽ UDF തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് മണ്ഡലം ഉദുമയായാലും കാഞ്ഞങ്ങാടായാലും തൃക്കരിപ്പൂരായാലും ഈ 3 മണ്ഡലങ്ങളും തുടർച്ചയായി തന്നെ LDF വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. LDF-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ വലിയ ശേഷിയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അവിടെ ഒരു കാര്യമായ തരത്തിലേക്ക് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ കോൺഗ്രസിന് ഒരു വലിയ ആധിപത്യം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ LDF അവിടെ തൂത്തുവാരുമെന്നോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് മഞ്ചേശ്വരവും കാസർഗോഡും ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച് ഈ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ത്രികോണ പോരാട്ടത്തിൽ ഏത് മുന്നണിക്കാണോ വിജയസാധ്യത ഉള്ളിടത്തേക്ക് ഇടതുമുന്നണിയുടെയും UDF-ൻ്റെയും ഒക്കെ പലപ്പോഴും UDF-ന് വിജയസാധ്യത കൂടുതൽ വരുമ്പോൾ ഇടതുമുന്നണിയിൽ നിന്നും ഒക്കെ BJP വിജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മറിച്ച് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡിൽ ഇനി മാറ്റമുണ്ടായാൽ പോലും ഇനി 2 സീറ്റ് അധികം LDF-ന് ജയിച്ചാലും അല്ലെങ്കിൽ UDF ഈ 5 സീറ്റുകളിൽ നിന്ന് എന്തായാലും എല്ലാ സീറ്റ് തൃക്കരിപ്പൂരൊന്നും UDF-ന് പിടിച്ചെടുക്കാൻ ഒരു കാരണവശാലും കഴിയുന്ന സീറ്റുകളല്ല. UDF-ന് വിജയിക്കാൻ കഴിഞ്ഞാൽ തന്നെ പരമാവധി അവിടെ കഴിയുന്നത് 3 സീറ്റുകളിലേക്ക് മാത്രം എത്താനാണ് ഇതുവരെയുള്ള സാഹചര്യം. അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ അട്ടിമറിയൊക്കെ നടക്കണം. രാഷ്ട്രീയപരമായി വലിയ വ്യത്യാസമൊക്കെ ഉണ്ടായി അങ്ങനെ ഭരണവിരുദ്ധ വികാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്ലീൻ സ്വീപ്പ് എന്നൊക്കെ പറയുന്ന മട്ടിലേക്ക് ഒരു പൊതുവികാരമൊക്കെ ഉണ്ടായാൽ മാത്രമേ അവിടെ LDF-നോ UDF-നോ അങ്ങനെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. അതാണ് കാസർഗോഡ് പറയുന്ന